രാവിലെ എണീറ്റ് വന്നത് ഞാൻ അടുക്കളയിലേക്കല്ല കേട്ടോ. ഇന്ന് തലയിൽ കുറച്ച് ഡെക്കറേഷൻ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കിച്ചണിലേക്ക് വന്നത് കേട്ടോ. വന്ന് ഞാൻ നേരെ ക്യാമറയൊക്കെ ഓണാക്കി പിന്നെ എൻ്റെ എല്ലാ സകലകുലാതി വിട്ടതും കവറിട്ടതും എല്ലാം ഒന്ന് നോക്കിയിട്ടോ. അത് സൈഡിൽ കൂടെയൊക്കെ ഒലിച്ചിറങ്ങിയിരിക്കണമെന്നൊക്കെ നോക്കുകയായിരുന്നു ഞാൻ. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ കുറച്ച് മൈലാഞ്ചിയൊക്കെ ഞാൻ തലേ ദിവസം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേ കലക്കി വെച്ചതാണ്. അപ്പോൾ അത് സാധാ മൈലാഞ്ചി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ കൂടെ കുറച്ച് പാക്ക് മേടിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് 2 ദിവസമായിട്ടോ എനിക്കിടാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഏട്ടൻ പാലൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചായ വെക്കാൻ വേണ്ടി പാലൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞത് കേട്ടോ. പിന്നെ നേരെ നമ്മുടെ അടുപ്പത്തേക്ക് തന്നെ വന്നു കേട്ടോ. തീയൊക്കെ പിടിച്ചിട്ടാൻ ഭയങ്കര പ്രയാസം. ആദ്യം തന്നെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ലൈറ്റർ നോക്കുമ്പോൾ അത് കത്തുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തീപ്പെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തണുത്ത് പോവുമായിരുന്നേ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ലാമ്പ് മേടിച്ച് വെച്ചതാണ് കേട്ടോ. നോക്കുമ്പോൾ അതും കത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അതൊക്കെ കത്തിച്ച് തീയൊക്കെ പിടിപ്പിച്ച് പിന്നെ പാലൊക്കെ കാച്ചിയെടുത്തു. പാലൊക്കെ കാച്ചിയെടുത്തതിന് ശേഷം ഇന്നിപ്പോൾ റവമാവാണ് കേട്ടോ. അപ്പോൾ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. കുഞ്ഞാറ്റിയാണെങ്കിലും ഞാനാണെങ്കിലും കഴിക്കില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനതെല്ലാം കുറച്ച് ഇതൊക്കെ നുറുക്കി വെച്ച് അതെല്ലാം റെഡിയാക്കിയിട്ടോ. പിന്നെ കറിവേപ്പില പറിക്കാൻ വന്നപ്പോഴാണ് കേട്ടോ നോക്കുമ്പോൾ നിറച്ചിട്ടോ പൂക്കൾ നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ നിറച്ച് പൂമ്പാറ്റകൾ കേട്ടോ. ഞാൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ആ കറിവേപ്പില പറിച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. നോക്കുമ്പോൾ നിറച്ചിട്ടോ നിറച്ച് പൂക്കൾക്ക് നിറച്ച് പൂമ്പാറ്റകൾ കേട്ടോ. ഇനിയിപ്പോൾ നോക്കിക്കോ, ഓണം അടുത്താ വരാനായില്ലേ. ആ സമയമാകുമ്പോഴത്തേനും ഒറ്റ പൂക്കളുണ്ടാവില്ല കേട്ടോ. ഇതെല്ലാം വിരിഞ്ഞ് ഫ്രണ്ടിൽ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കൂടുതൽ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. ഇനി ഓണ സമയം അടുക്കുമ്പോഴത്തേനും പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും കേട്ടോ. പുതിയ പൂക്കളൊക്കെ വരാനും മുട്ടൊക്കെ കമ്മിയായി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ കേട്ടോ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര പ്രയാസം. എനിക്ക് എന്താണെന്നറിയില്ല, പുട്ടും ഇതും കഴിച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ഞ് നീറുന്നത്. പക്ഷേ എനിക്ക് പുട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും തള്ളു ഗ്യാസാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിനോട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വെള്ളം അടുപ്പത്ത് വയ്ക്കണം. വെള്ളം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ തീ കത്തിപ്പോണതിന് പകരം പേടിച്ചിട്ട് തീ കത്തുമ്പോഴല്ലേ കത്തുള്ളൂ ഈ അടുപ്പിൽ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറ് അടുപ്പത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീ കത്തിപ്പോണ സമയം കൊണ്ട് ഞാൻ എന്തായാലും ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് കരി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം വാർന്നു പോയിട്ട് അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചതാണ്. അപ്പോൾ എന്നിട്ട് അത് ഇറക്കിയിട്ടാണ് കേട്ടോ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കണം. ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്തായാലും ഒരു 2 മണിക്കൂർ എന്തായാലും നമ്മൾ റെസ്റ്റ് വയ്ക്കുന്നുണ്ട് വരും കേട്ടോ. എന്നാലേ ഇപ്പോൾ ഇതൊന്ന് ചോത്ത് വരുള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ മുടികളൊക്കെ വെള്ള എന്താണെന്നറിയില്ല കേട്ടോ, നല്ല വെള്ള തൂവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാതും കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുകയില്ല കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ ഓരോ തിരക്ക് കാരണം വഴുകി പോയി കേട്ടോ. അങ്ങനെ ഓരോ തിരക്കുകൾ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായി ഞാൻ കലക്കി വെച്ചിട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നെങ്കിലും അത് ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേഗം അതെല്ലാം ഫസ്റ്റ് എണീറ്റ് വന്നപ്പോഴേ അതെല്ലാം തലയിലിട്ട് പൂശിയിട്ടാണ് കേട്ടോ വന്ന് നിന്നത്. എന്നിട്ടാണ് ബാക്കിയുള്ള ഓരോ പണിക്ക് നിന്നത്. നോക്കുമ്പോൾ രാവിലെ ആണെങ്കിൽ ഗ്യാസും തീർന്നു. ഗ്യാസ് തീർന്നാൽ പിന്നെ പറയണ്ടല്ലോ കഥ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെള്ളം വെച്ചു. ഇനിയിപ്പോൾ അത് കാഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിയും കൂടി അടുപ്പത്തിട്ടിട്ട് ബാക്കിയുള്ള പരിപാടികൾ നടക്കുള്ളൂ കേട്ടോ. വേഗം പണി ഒരുക്കിയിട്ടില്ലെങ്കിൽ തീ ഇങ്ങനെ കത്തിപ്പോകും കേട്ടോ. അപ്പോൾ ഉള്ള വിറക് വെച്ചിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓർഡർ ചെയ്താൽ എന്നാ കിട്ടുക ഗ്യാസ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ മഴയും കൂടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. എവിടെന്നെങ്കിലും വിറക് നമുക്ക് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന വിറകുകളായിരിക്കും. ഉണക്കയിലാകുമ്പോൾ പെട്ടെന്ന് കത്തുമല്ലോ. മഴക്കാലത്തെ കാര്യമൊന്നും പറയണ്ടല്ലോ. അങ്ങനെ അപ്പോൾ അരി ഇടുമ്പോൾ തന്നെ വെള്ളമൊക്കെ കണ്ണിൻ്റെ അവിടേക്ക് തെറിച്ചു. അതേപോലെ തന്നെ കടുക് പൊട്ടുമ്പോഴും തന്നെ കേട്ടോ. കഴിഞ്ഞ ദിവസം കടുക് അങ്ങോട്ട് പൊട്ടിയിട്ട് കണ്ണിൻ്റെ ഒരു സൈഡിൽ അതിന് പുറമെ നമുക്ക് ഒരു ഉറുമ്പും കടിച്ചു കേട്ടോ. ഉറുമ്പ് കടിച്ചിട്ട് അങ്ങനെ കണ്ണിനകത്താണ് പോയിട്ടോ. 2 ദിവസം അതുകൊണ്ട് ഞാൻ നല്ല കഷ്ടപ്പെട്ടു കേട്ടോ. കണ്ണൊക്കെ നീര് വെച്ച് ചുമന്ന് കണ്ണിനകത്തുനിന്ന് അത് പോകുന്നേ ഉണ്ടായിരുന്നില്ല. കടിച്ചു പിടിച്ചാൽ പിന്നെ അത് പോവില്ലല്ലോ. അപ്പം അങ്ങനെ അമ്മ നീച്ച് ചായ കുടിച്ചു. കുട്ടിയും ചായയൊക്കെ കുടി കഴിഞ്ഞ് താഴത്ത് പോയതാട്ടോ മേമയുടെ വീട്ടിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ചായയൊക്കെ കുടി കഴിഞ്ഞ് കുളിച്ചു കേട്ടോ. പിന്നെ ഇന്ന് ഒരു ലോണിൻ്റെ കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് വിളിച്ചത് കേട്ടോ, ലോണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങിന് പോകണം. പിന്നെ അതിന് ബാങ്കിൽ നിന്ന് സാറുമാരൊക്കെ വരും പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം കുളിച്ചു കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയാം, അവർ പെട്ടെന്ന് വായോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം കുളിയൊക്കെ പാസ്സാക്കിയിട്ടോ. അലക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ അതും വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ.
അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, വേഗം കുളിച്ച് റെഡിയായിട്ടോ, എന്നിട്ടാണ് അലക്കാൻ നിന്നത്. പിന്നെ വേഗം അവർ വിളിക്കുമ്പോൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ ഡ്രസ്സുകൾ കുറേ അലക്കാണ്ടായിരുന്നു കേട്ടോ, വിരികളൊക്കെ അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വെക്കാനം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് അലക്കി കഴിയുമ്പോഴത്തേന് എന്താവും എന്തോന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാനെന്ത് വിചാരിച്ചു എന്നറിയോ, അലക്കാൻ ഇനി കുറേശ്ശെ കൊണ്ടുവരണം കേട്ടോ. ഞാൻ ഈ അലക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റേനോട് എന്ത് പറഞ്ഞു എന്നറിയോ, നീ ഒന്നും എടുത്തിട്ട് വരും, അവിടെ ചെറിയൊരു വീരിയുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം വിരിച്ചിരുന്ന വീരിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ അവിടെ സോക്കേഴ്സിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. ഞാനിത് അലക്കുന്ന സമയം കൊണ്ട് അവളിത് പോയൊക്കെ എടുത്തിട്ടൊക്കെ വന്നു കേട്ടോ. പോയി എടുത്തിട്ട് വന്ന് നോക്കുമ്പോൾ ഏതാണെന്നറിയോ, കട്ടിലിൽ വിരിച്ചിട്ട വീരിയും വലിച്ചും കൊണ്ടാണ് കേട്ടോ ആൾ വന്നിരിക്കുന്നത്. അലക്കാനുള്ള വീരി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതറിയാതെ ഞാൻ എന്ത് ചെയ്തു, ഞാനതെല്ലാം അലക്കിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് അലക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി നോക്കുമ്പോഴാട്ടോ, വീടിനകത്ത് പോയി നോക്കുമ്പോഴാണ് അവിടുത്തെ ബിരിയുടെ കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവള് ഇതാണ് പറിച്ചും കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. കട്ടിലിട്ട വീരിയും പറിച്ചും കൊണ്ടാണ് ആൾ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ പൈപ്പിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വെള്ളമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അലക്കാൻ വേണ്ടി പോയപ്പോൾ വെള്ളം പറ്റ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ തുണികളൊക്കെ പകുതി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ആ തുണികളാണ് ഈ ആദ്യം ഞാൻ അലക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെയാണ് ഞാൻ വീട്ടിൽ കുറച്ച് അലക്കാൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മാറ്റി വെച്ച തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് കേട്ടോ. എല്ലാം കൂടി അലക്കിയാൽ ഇവിടെ ഇടാനും സ്ഥലമല്ല. വെയിൽ കെട്ടുമ്പോൾ മാത്രം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണങ്ങി കിട്ടുന്ന ഡ്രസ്സുകളൊക്കെ വേഗം വെയിലെത്തിട്ട് ഉണക്കിയെടുക്കൂട്ടോ ഞാൻ. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങാത്ത ഡ്രസ്സുകളൊക്കെ ഈ ആലയിൽ ഷെഡ് കെട്ടിയാൽ ഒരു 2-3 അഴ കെട്ടിയിട്ടുണ്ട്, അതിലൊക്കെ ഇടാൻ പറ്റുള്ളൂ കുറച്ച്. കാരണം ചെറിയൊരു ടാപ്പായാണ്, അപ്പം അതിന് ഗ്യാപ്പിനനുസരിച്ചല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടേ. അപ്പം അങ്ങനെ ഞാൻ അലക്കിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിനിടയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്ന എന്താ നമ്മുടെ അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ണ് കാണാത്ത കുരുടി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ സാധനത്തിനെ പിന്നെ ഇതിനിടയ്ക്ക് കണ്ടു. പിന്നെ അതിനെ തോണ്ടിക്കളയലും അങ്ങനെ ഓരോരോ കാര്യങ്ങളായി കുറച്ച് സമയം വൈകിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് അവർ വിളിച്ചത്. പിന്നെ ഉച്ചയ്ക്കൊരു 3 മണിയൊക്കെ ആവാനായപ്പോഴത്തിനാണ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കാണ് സാറ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് സമാധാനം. പിന്നെ ഞാൻ ആശ്വാസത്തിലാണ് കേട്ടോ അലക്കിയത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ധൃതി പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ വിളിക്കും കൂടി ചെയ്ത് ഇതിവിടെ പാതി ഇട്ടിട്ട് പോകണം. പിന്നെ അമ്മയുടെ കൈ പൊള്ളിയിരിക്കുക എന്ന് പറഞ്ഞില്ലേ, അമ്മയുടെ കൈ ഇങ്ങനെ നമുക്ക് ചോറ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ കൈ ഇങ്ങനെ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കൈ വെച്ചതാണ്. അതിൽ അങ്ങനെ അതിൻ്റെ ആവി തട്ടിയിട്ട് കൈ കുറച്ച് വട്ടം പൊള്ളിയിട്ട് തൊലിയൊക്കെ പോയി നല്ല വെന്തിരിക്കണു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കൈ കൊണ്ട് അലക്കാനൊന്നും വയ്യ കേട്ടോ അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോകാനും പറ്റില്ല. അമ്മയ്ക്ക് കൈ നല്ല വേദനയുണ്ട്, കുട്ടീനെ എടുക്കാനോ ഒന്നിനും വയ്യ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവളെ എല്ലാം പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കിയിട്ട് വേണം കേട്ടോ പോവാൻ. കണ്ടോ, അതൊക്കെ കഴിഞ്ഞ് കുറേ നമ്മൾ ഈ അലക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞ വിരി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഈ വിരിയെ കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ ഒന്ന് അലക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ചോറുണ്ണണം. കറി വെക്കണ്ട കേട്ടോ. ഒന്ന് കറി തലേദിവസം വെച്ച മോര് കറി ഇരിപ്പുണ്ട്. പിന്നെ മീൻ വറുത്തത് എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഉണക്കല മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മാന്തള മീൻ. അപ്പോൾ അത് എടുത്ത് പൊരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ അമ്മ തലേദിവസം കുറച്ച് മത്തൻ്റെ ഇല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ മത്തൻ്റെ ഇലയും കൂടി കറി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അമ്മ ചിലപ്പോൾ ഇനി അതൊക്കെ നന്നാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോഴത്തേനും കേട്ടോ. ചിലപ്പോൾ ഞാൻ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ അമ്മേനെ അടുപ്പത്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ. വെള്ളം ഉള്ള സമയത്തല്ലേ നമുക്ക് എല്ലാം ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേനും അമ്മ ഇതാ ചോറൊക്കെ വാർത്ത് വെച്ചിരിക്കണു. ചോറൊക്കെ വാർത്തിട്ടതാ വെള്ളം തിളപ്പിച്ചിരിക്കണു കേട്ടോ, കുടിവെള്ളം തിളപ്പിച്ചിരിക്കണു. പിന്നെ ഞാൻ പോണ സമയത്ത് അമ്മ കുറച്ച് മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അത് നുറുക്കി വെക്കാനും പിന്നെ മീൻ വറുത്തത് കഴിഞ്ഞായിരുന്നു കേട്ടോ. മീൻ വറുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മീനൊക്കെ നന്നാക്കിയിട്ട്. അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്ന് നന്നാക്കിയിട്ട് ഇതും കൂടി ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ, അത് കഴിഞ്ഞ പണി കഴിഞ്ഞു പറഞ്ഞു കേട്ടോ. പിന്നെ ഉണക്കല മീൻ വറുത്താൽ അധികം വലിയ പണിയില്ലല്ലോ, നമുക്ക് പച്ചമീൻ പോലെ അല്ലല്ലോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ ചെറിയ പണിയല്ലേ പറഞ്ഞിട്ടേ അങ്ങനെ മത്തൻ്റെ ഇല തോരനാട്ടോ വെച്ചത്. പിന്നെ മാന്തള മീൻ പൊരിച്ചതും തലേദിവസത്തെ മോര് കൂട്ടാനും പിന്നെ വറ്റൽമുളക് എന്ന് പറയുക ഇതിന് വറ്റൽമുളകൊന്നും അല്ല പറയുക, വറ്റൽമുളക് ഉണക്കമുളകിനല്ലേ പറയുക, ഇത് നമ്മൾ കൊണ്ടാട്ടമുളക് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടാട്ടമുളകും എല്ലാം കൂട്ടിയിട്ട് ഞാനും കുട്ടിയും കഴിക്കുകയാണ് കേട്ടോ. ഞാനും പിന്നെ മുടിയൊക്കെ നല്ല ഉണങ്ങിയതിന് ശേഷമാട്ടോ കെട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.